ഈ വർഷം മുതൽ ഈ അക്കാദമിക് ഇയർ മുതൽ 4 വർഷത്തെ ഡിഗ്രി നടപ്പിലാക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇപ്പം ബാക്കിയുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളായാലും ഇന്റർനാഷണൽ ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ് സ്ട്രക്ചർ ആണ് 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം. പക്ഷെ ഇവിടെയുള്ള ഈ ഒരു കേരള സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കാനായിട്ട് ഒരുങ്ങുന്ന 4 വർഷത്തെ ഡിഗ്രി കോഴ്സിൽ എത്രമാത്രം അപ്രായോഗികതകളുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ മുൻകൂട്ടി തയ്യാറെടുത്തിട്ട് വേണം ആ കോഴ്സ് കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതിൽ ചില സന്ദേഹങ്ങളാണ്, വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുള്ള ചില സന്ദേഹങ്ങളാണ് ഇവിടെ ഞങ്ങൾ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ പ്രത്യേകിച്ച് ഒരു ഗൃഹപാഠമില്ലാതെ ഒരു 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് രാജ്യമെമ്പാടും നടപ്പിലാക്കണം എന്നുള്ള ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനുകളുടെ ശുപാർശകൾ 3 വർഷത്തെ ഡിഗ്രി മതി അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി വേണം എന്ന് പറഞ്ഞ 2 കമ്മീഷനുകൾ ഓൾറെഡി റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ പോലും ഇത്തരത്തിലുള്ള കമ്മീഷനുകൾ നടപ്പിലാക്കിയിട്ടുള്ള സജസ്റ്റ് ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളാതെ അപ്രായോഗികമായിട്ടുള്ള രീതിയിൽ നടക്കാൻ പോകുന്ന ഈ 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചുള്ള ചില സന്ദേഹങ്ങളാണ് എസ്-ഇന്ത്യ ഇതിനു മുന്നിൽ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഉദ്ദേശം 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് കുറച്ചും കൂടി നമ്മുടെ വിദ്യാർത്ഥികളുടെ കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ തൊഴിൽ നൈപുണ്യം, വൊക്കേഷണൽ ആയിട്ടുള്ളതും മറ്റുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് വലിയ നൂതനമായിട്ടുള്ള ഒരു മാറ്റമാണ് കേരള സർക്കാർ ഇതിനെക്കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ തീർച്ചയായിട്ടും എസ്-ഇന്ത്യയും ആ ഒരു 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്നു. അത് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘടന തന്നെയാണ് എസ്-ഇന്ത്യ. പക്ഷെ ഇത് നടപ്പിലാക്കുമ്പോൾ നമ്മൾ വളരെയധികം ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ടിരുന്ന കുറച്ച് ഗൃഹപാഠങ്ങൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട മൈനർ കോഴ്സുകൾ, പുതിയൊരു സ്ട്രക്ചർ, പുതിയൊരു അക്കാദമിക് ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ പ്രകാരം ഒരുപാട് മേജർ കോഴ്സുകളും മൈനർ കോഴ്സുകളുമായിട്ടാണ് നമുക്ക് നിലവിൽ ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ മാറുന്നത്. സാധാരണയായിട്ട് ഒരു BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു BSc ഫിസിക്സ് പോലുള്ള കോഴ്സ് എടുക്കാൻ അവസാന വർഷം വരെ നമ്മൾക്ക് ഒരു കൃത്യമായുള്ള സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് പകരമായിട്ട് ഈ വർഷം നമുക്ക് നടപ്പിലാക്കുന്ന ഈ ഒരു കോഴ്സിൽ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പുതിയ സബ്ജക്റ്റുകൾ മേജറായിട്ട് കാര്യമായിട്ട് കുട്ടി ഏതാണ് മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് ആ രൂപത്തിൽ നമുക്ക് എടുക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിന്റെ കൂടെ തന്നെ മൈനർ സബ്ജക്ട് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഏറ്റവും